വലിയ ആക്രാന്തത്തോടു കൂടി നമ്മൾ പലരെയും വേദനിപ്പിച്ച് ഇറക്കി വിട്ടുമൊക്കെ ഉണ്ടാക്കിയതാണ്. എന്നാൽ ഇതൊക്കെ സഭയ്ക്ക് കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതൊക്കെ വൃത്തിയാക്കി നടത്തി നോക്കി. ഒരു കുരിശും തൊട്ടിയാണിത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ. ഇതിൻ്റെയൊക്കെ ചുറ്റിൽ ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ അച്ഛന്മാരൊക്കെ പഠിക്കുന്നത്. ഇവർക്കൊക്കെ വന്ന് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിലിച്ചിരി മണ്ണൊക്കെ ഇട്ട് ഒരു തിരിയൊക്കെ തെളിച്ച് വെച്ചാൽ, പക്ഷെ അങ്ങനൊന്നും ചെയ്യത്തില്ല. കാരണം അതിൻ്റെ മുമ്പിൽ, ഈ കുരിശിൻ്റെ മുമ്പിൽ നിങ്ങൾ നോക്കണം, കുരിശിൻ്റെ മുമ്പിൽ നമ്മൾ കളിക്കാനുള്ള സ്ഥലം സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? അതായത് ഇവിടെ നേരെ നോക്കിയാൽ ഗോളടിച്ചാൽ നമ്മൾ പള്ളിക്കകത്തോട്ടാണ് അടിക്കുന്നത്. മനസ്സിലായോ? അത്രയ്ക്ക് നമുക്ക് ഇതിനോട് ബന്ധമുണ്ട്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സോണി ഇതെല്ലാം വന്ന് കാണണം. സോണി ഭയങ്കര സംഭവമായ പാപ്പിവധവും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സ്ഥലം, ഇതിൻ്റെ കിടപ്പ് വശം നിങ്ങളൊന്ന് കാണണം. നിങ്ങളുടെ സഭയ്ക്കിത് പെർഫെക്റ്റാക്കി വെക്കാൻ കാശില്ലാഞ്ഞിട്ടാണോ? ഇങ്ങനെയാണോ ഇത് കിടക്കേണ്ടത്? ഒരു സഭയുടെ ആസ്ഥാനം കിടക്കുക. നമ്മുടെ ജീവവായുവായിരുന്ന ഒരു സ്ഥലമാണിത്. എത്രയോ മഹാരഥന്മാരിതിൽ വന്ന് താമസിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാർ, പാത്രികീസന്മാർ, അങ്ങനെ പലരും ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? അവരൊക്കെ ഉണ്ടായിരുന്ന ഈ സ്ഥലമാണ് നമ്മളിന്നിങ്ങനെ അനാഥമായിട്ട് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഈ വടക്ക് വശത്തെ ആറൊന്ന് പോയി കാണാൻ പറ്റുമോ എനിക്കറിയില്ല. അല്ലേ, ഒന്ന് പോയി നോക്കാം. അതുപോലെ ഇന്നിവിടെ പരിമല തിരുമേനിയുടെ പെരുന്നാളിന് പോയിച്ച് വന്ന തീർത്ഥയാത്രാ സംഘത്തിലുള്ള ആളുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് വലിയൊരു ആശ്വാസമായിട്ടിരിക്കുന്നു. അവർക്കെല്ലാം ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്.